ഇത് ഒരു നിയ പ്രൊഡക്ഷൻസിൻ്റെ ചിത്രമാണ് ആകാശത്തിലെ പറവകൾ. കവിതകൾ എസ് രമേശൻ നായരും സംഗീതം എസ് ബാലകൃഷ്ണനും നിർവഹിച്ചിരിക്കുന്നു. രചന ജോൺസൺ എസ്തപ്പൻ. ക്യാമറ ഉത്പൽ വി നായനാർ. നിർമ്മാണം ഫിറോസ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് VM വിനുവാണ്. എന്റെ ഗുരുവായൂരപ്പാ, ആപത്തുകളൊന്നും ഉണ്ടാക്കാതെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനേ. അയ്യോ, ഇത്ര നേരമായിട്ട് ഈ പ്രസിഡന്റിനെ എവിടെ കൊണ്ടുപോയി പണ്ടാരടക്കിയിരിക്കാണ്. ഞാനിത് ഒറ്റയ്ക്ക് ഭഗവാനേ. ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അത് ഡോക്ടർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും പ്രസിഡന്റ് വരട്ടെ. ഇപ്പൊ വരെ എന്തായി ഗോവിന്ദ? 6 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കാര്യം ഒരുവിധമൊക്കെ ഞാൻ സോൾവ് ചെയ്തു. 2ാം വാർഡിലെ ചെത്തുകാരൻ അയ്യപ്പനെയും 7ാം വാർഡിലെ മേരിക്കുട്ടിയെയും കൃത്യം 4:15 ഇവിടെ എത്തിച്ചു. അത് കഴിഞ്ഞ് 4ാം വാർഡിലെ ഭാസ്കരൻ എന്ന വിദ്യാർത്ഥിയെയും അതേ വാർഡിലെ അലക്കുകാരി വാസന്തിയെയും ബ്രോക്കർ ലോനപ്പനെയും ഇവിടെ കൊണ്ടുവന്നു. കൃത്യസമയം ഓർക്കുന്നില്ല. എല്ലാവരും താനോട് എത്തിച്ചല്ലോ, അത് മതി. ആരെയും ഞാൻ എത്തിച്ചല്ല, എല്ലാം എനിക്ക് ആശുപത്രിയിൽ കിട്ടിയ വിവരങ്ങളാ. ഞാൻ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ. പ്രതിപക്ഷത്തെ ആരെങ്കിലും പട്ടികടിച്ചിട്ടുണ്ടോ? അയ്യേ, പേപ്പട്ടിക്ക് എന്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും. ഓ, എന്റെ വലിവ് കൂട്ടരുത് നീ. ഞാനായിട്ട് വലിക്കുന്നില്ലേ? പ്രസിഡന്റ്, ഇവിടെ പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് കുറവാണ്. എത്രയും പെട്ടെന്ന് എത്തിച്ചേ പറ്റൂ. ഞാൻ ഡോക്ടർ ഒന്ന് കാണട്ടെ. പേപ്പട്ടി ശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടുന്ന നാടായിരുന്നു അത്. പ്രശ്നം പരിഹരിക്കാൻ ശേഷിയില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാർക്ക് മറ്റൊരു ശല്യമായിരുന്നു. ആ പേപ്പട്ടി പ്രശ്നം തീർക്കാതെ അത് രാഷ്ട്രീയ പ്രശ്നമായി നിലനിർത്തുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. പരിഹാരം ഉണ്ടാക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമം ഇന്ന് നേരിടുന്ന ഭയാനകവും ഭീകരവുമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഞാൻ എന്റെ ജീവിതം വരെ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കെൽപ്പില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമത്തിൽ താണ്ഡവമാടുന്ന പേപ്പട്ടികൾ. പ്രസ്തുത പേപ്പട്ടികളെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒരു വഴിയും ഇതുവരെ പ്രസിഡന്റ് കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ പോകട്ടെ, ഈ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടാതെ എന്റെ സഹോദരങ്ങൾ പെടാപ്പാടുപെടുന്ന കണ്ട് കണ്ണു നിറച്ചിട്ടാണ് ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയത്. DMOയെ നേരിട്ട് കണ്ട് ഈ ആശുപത്രിക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ആരും എനിക്ക് വേണ്ടി കീശ വിളിക്കരുത്. ഇതൊക്കെ ഏതൊരു പൗരന്റെ കടമയാണ്. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ചന്തയിൽ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ച് അധികാര കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം. അധികാരത്തിലേറാൻ കൊതിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത്, നിലവിൽ ഭരണം കൈയാളുന്ന പ്രസിഡന്റ് മറുവശത്ത്. അവിടേക്കാണ് വാസു എന്ന മൊട്ടത്തലയൻ വന്നത്. അയാൾ പട്ടിപിടുത്തക്കാരൻ ആയിരുന്നു. അവിടുത്തെ ഒരു പ്രമുഖ തറവാട്ടിൽ വാസു താമസ സ്ഥലം തരപ്പെടുത്തി. എന്നെ മനസ്സിലായോ? ഞാനാണ് ഞാൻ. അഭ്യാസം കാണിക്കാൻ നീ വേറെ നാടൊന്നും കണ്ടില്ലേ? അല്ല, ഞാൻ തനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ല. പേപ്പട്ടികളെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുക ഇവിടുത്തെ നാട്ടുകാർ. അതല്ലേ സൈക്കിൾ ബാലൻസ്. താൻ ഏത് നാട്ടുകാരനാണോ? അല്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സൈക്കിൾ അഭ്യാസങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ആളുകളുടെ മനസ്സിലെ പേടിയും പിരിമുറുക്കം മാറ്റി സന്തോഷിപ്പിക്കാന്ന് കരുതിയ ഞാൻ. അങ്ങനെ ഇവിടെ ആരെയും സന്തോഷിപ്പിക്കണ്ട. പോണോ? നോക്കി നിൽക്കാൻ അടിച്ചോടിക്കില്ലേ? എടാ വാസു, ഞാൻ ഇങ്ങെത്തുന്നതിന് മുമ്പ് നീ ഇങ്ങെത്തിയോ? ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് വാസു, കുടുംബ വാസു. കുട്ടപ്പേട്ട, ഇവിടുത്തെ ആൾക്കാർ അത്രയ്ക്ക് ശരിയല്ലെന്ന് എനിക്ക് തോന്നണേ. പേപ്പട്ടിയെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലരൊക്കെ കഴുത്തിൽ കുരുക്കിടേണ്ടി വരും. ഞാൻ അറിയാതെ നാട്ടിലെ പേപ്പട്ടികളെ അവൻ ഒറ്റയ്ക്ക് നേരിട്ടു. പക്ഷേ അവിടുത്തെ സുന്ദരിക്കുട്ടിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ആ തറവാട്ടിലെ അമ്മയെ വാസു സ്വന്തം അമ്മയെ പോലെ കരുതി. തൻ്റെ അമ്മയും പണ്ട് പട്ടിയുടെ കടിയേറ്റ് മരിച്ചതാണെന്ന സത്യം അവൻ അവരോട് പറഞ്ഞു. ശ്രീദേവിയും അമ്മയും അനുകമ്പയോടെ ആ കഥകൾ കേട്ടിരുന്നു. പട്ടികളെ പിടിച്ചു കഴിഞ്ഞതോടെ വാസു നാട്ടുകാരുടെ വേണ്ടപ്പെട്ടവനായി അല്ലേ? അതിലൊന്നും കാര്യമില്ല അമ്മേ.
പേപ്പട്ടികളെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും കൂടി ഓടിക്കില്ലെന്നെ ഈ നാട്ടീന്ന്. അല്ല വാസു, ഈ അപകടം പിടിച്ച ജോലി നിർത്തി വേറെ വല്ലതും? ഇതെനിക്കൊരു അപകടമുള്ള പണിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. എനിക്കൊരു ഹരം. വാസുവിന്റെ അമ്മ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ ഈ ജോലിക്ക് പോണ്ടാന്ന്? അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ അമ്മയുണ്ടായില്ലല്ലോ. അമ്മയ്ക്ക് വല്ല അസുഖം? ഞാൻ പട്ടിപ്പിടുത്തക്കാരനാവാനുള്ള നിമിത്തം എന്റെ അമ്മ തന്നെയാ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലില്ല. ഒരു ലോറി ഡ്രൈവറാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയെല്ലാം എനിക്ക് എന്റെ അമ്മ തന്നെയാ. കോഴി പോകുന്നതിന് മുമ്പ് എന്റെ അമ്മ എഴുന്നിട്ട് പണിക്ക് പോകും. ഞങ്ങളുടെ നാട്ടില് വലിയൊരു ജമ്മീര് വീട്ടിലെ അമ്മയ്ക്ക് പണി. സ്കൂള് വിട്ടു വന്നാ നേരെ തിരിച്ചങ്ങോട്ട് പോകും ഞാൻ. എന്റെ അമ്മയെ സഹായിക്കാനേ അവിടെ ഉള്ള പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ ഞാനാ. ശ്രീദേവിക്ക് വാസുവിനെ വളരെ ഇഷ്ടമായി. വാസുവിനെ കാണുന്നില്ല. എന്നാൽ വാളയാർ മാണിക്യം അവിടെ എത്തി. അവൻ ശ്രീദേവിയും അമ്മയുമായി വഴക്കിട്ടു. ഈശ്വരാ, വന്ന് കേറിയിട്ടുണ്ടല്ലോ അവിടെ. അവനെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഇറങ്ങി വാടി ഇവിടെ. എങ്ങട്ടാ നീ? മുത്തച്ഛി മാറ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആപത്ത് വിളിച്ചു വരുത്തുക നീ. മാറി നിൽക്കാനാ പറഞ്ഞത്. കാത്തിരിക്കായിരുന്നു ഞാൻ. മാറ്. എന്റെ ഈശ്വരാ. അപ്പൊ നീ അകത്തുണ്ടായിരുന്നല്ലേ? ആ, മോളെ, മോളെ, ശ്രീദേവി, വേണ്ട. നിന്നെ കാണാതെ പോവാൻ പറ്റില്ലല്ലോ എനിക്ക്. എന്നെ ജയിലിനുള്ളിൽ കിടത്തിവിടല്ലേ നീ? അതിനകത്ത് കിടക്കുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, നിനക്കൊന്നും സംഭവിക്കരുതേ എന്ന്. എന്തിനാണെന്നറിയോ? നിന്നെ ഒന്ന് കാണാൻ, എന്നിട്ട് എന്റെ കണക്കുകൾ തീർക്കാൻ. പോടാ പട്ടി, നിനക്ക് എന്ത് കണക്കാണ് തീർക്കേണ്ടത്? എന്നെ എന്റെ കുടുംബത്തെ. വാസു അവർക്ക് രക്ഷകനായി. ആ തറവാടിന്റെ മച്ചകത്ത് ചങ്ങലയിൽ പൂട്ടിയിരുന്ന ഉണ്ണി ചങ്ങല പൊട്ടിച്ചു. വാസുവായിരുന്നു അവനെ ബന്ധിച്ചത്. വാമേ, ഉണ്ണിക്ക് വിദഗ്ധ ചികിത്സകൾ തുടങ്ങി. ഒരു ദിവസം തന്റെ സഹോദരനായ ഉണ്ണിക്ക് ഭ്രാന്തു വന്ന കഥ ശ്രീദേവി വാസുവിനോട് പറഞ്ഞു. വാസു ആ വീടിന് സംരക്ഷകനായി. എത്ര കാലായി ഉണ്ണിക്ക് ഇങ്ങനെ? എന്റെ കുട്ടി ആ മുറിയിൽ ചങ്ങലെ കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാട്ടുകാർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെത്. അനീതി അക്രമവും എവിടെ കണ്ടാലും അച്ഛൻ പ്രതികരിക്കും. പലപ്പോഴും ഞാനും മുത്തശ്ശി അച്ഛനോട് പറഞ്ഞത് ഈ രാഷ്ട്രീയം വേണ്ടെന്ന്. അപ്പോഴൊക്കെ അച്ഛൻ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിക്കും, അത്രമാത്രം. അച്ഛനും ദാസേട്ടനും പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന ഒരു രാത്രി ഇവിടുത്തെ സ്കൂൾ കെട്ടിടം പണിയുന്നതിന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ച സിമന്റ്
ഗോഡൌണിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച മാണിക്യത്തിന് അച്ഛന് നേരിടേണ്ടി വന്നു. ആരൊക്കെ പറഞ്ഞിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതെ അച്ഛൻ മാണിക്യത്തിനെ പോലീസിൽ ഏൽപ്പിച്ചു. ഉണ്ണിയേട്ടന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ. അമ്മയുടെ ആഗ്രഹമായിരുന്നു ഉണ്ണിയേട്ടനെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളത്. മധുരാണിക്കാവിലെ ഉത്സവം ഉണ്ണിയേട്ടന്റെ പേരിലുള്ള വഴിപാടായിരുന്നു അന്നത്തെ വെടിക്കെട്ട്. അതൊന്നും കാണാൻ കാത്തു നിൽക്കാതെ ഞാനും അച്ഛനും ഉണ്ണിയേട്ടനും മടങ്ങി. ഇതിനിടയിൽ മാണിക്യം ശ്രീദേവിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് വാസു അവനോട് ഏറ്റുമുട്ടി. മാണിക്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശിങ്കടിയായി കൂടി. വാസുവിനെ ഒതുക്കുന്നതിനു വേണ്ടി പട്ടിപ്രശ്നം രൂക്ഷമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചു. മാണിക്യം മാണിക്യം എന്താടാ വാസു കിടന്ന് അലറുന്നത്? നീ പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ലേ? ഓഹോ, അപ്പൊ അതാണോ കാര്യം? നീ മാത്രം അനുഭവിച്ചാ മതിയോളെ. ഇടയ്ക്ക് എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താടാ. അയാൾക്ക് പിന്തുണയുമായി ശിങ്കിടികളായ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. പട്ടിപ്രശ്നം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ വാസുവിനെ നിരാകരിക്കണം, അതായിരുന്നു അവരുടെ ഉന്നം. ആ വിവരമറിഞ്ഞ് വാസു പട്ടിപിടുത്തത്തിനായി വീണ്ടും ഇറങ്ങി. അതിനിടയിൽ ഉണ്ണിക്ക് വെടിയേറ്റു. അമ്മേ അമ്മേ എന്താ എന്താ അമ്മേ എന്നോട് പൊറുക്കണം, ഒരു കയ്യബദ്ധം പറ്റിയെനിക്ക്. മാണിക്കനും ഉണ്ണിയും ഉരുതി കാട്ടി വെച്ച് ഇരുട്ടിൽ അറിഞ്ഞില്ല, ഞാൻ പട്ടിയാണെന്ന് കരുതി. ഉണ്ണി മരിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമായി. എന്നാൽ ഇതിനിടെ വാസുവിനെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞിരുന്നു. വാസുവിന് പേയിളകി. മാണിക്യം അവനെ പൂട്ടുവാൻ ആവത് ശ്രമിച്ചു. വാസു അവനെ അടിച്ചു കൊന്നു. പേപിടിച്ച വാസു ശ്രീദേവിയുടെ വീട്ടുമുറ്റത്ത് വന്നു വീണു. അമ്മ അവനെ വെടിവെച്ചു കൊന്നു. പിന്നെ അവർ പൊട്ടിക്കരഞ്ഞു. ഇവിടുത്തെ മുറിയും കുറെ കാലം ചങ്ങലയിൽ കിടന്ന് നരകിച്ച ഒരു ജന്മത്തെ കണ്ട് മരവിച്ച മനസ്സ. ആകെ നിനക്ക് മരരുത്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി അമ്മയ്ക്കില്ല. അമ്മയ്ക്കില്ല മോനെ, അമ്മയ്ക്കില്ല. ഭ്രാന്തൻ നായയുടെ കഥയുമായി
വളരെ വ്യത്യസ്തമായ ഒരു വി എം വിനു ചിത്രമാണ് ഇത്.